ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ ഓൺലൈൻ പരിശീലന പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് കേരള സിലബസിലെ SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നതാണ്. അതിനായി നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണാക്കിയതിന് ശേഷം ബ്രൗസർ തുറക്കുക. ഏത് ബ്രൗസറാണോ നിങ്ങളുടെ ഫോണിലുള്ളത് അത് തുറക്കുക. ഞാൻ ബ്രൗസറിൽ അമർത്തി തുറന്നതിന് ശേഷം ഇവിടെ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യാം. SAMAGRA സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമഗ്രയുടെ വെബ്സൈറ്റ് കാണാവുന്നതാണ്. samagra.kite.kerala.gov.in എന്ന സമഗ്രയുടെ വെബ്സൈറ്റിലേക്ക് നമുക്കുള്ള ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ദൃശ്യമാകുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോവുക. താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയതിന് ശേഷം ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ റിസോഴ്സസ്, ക്വസ്റ്റ്യൻ ബോള്, ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ വേണ്ടത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏത് മീഡിയമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആദ്യം മീഡിയം സെലക്ട് ചെയ്യാം. ഇവിടെ മലയാളം മീഡിയമാണ് ഡിഫോൾട്ട്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം, തമിഴാണെങ്കിൽ തമിഴിലേക്ക് മാറ്റാം. ഇങ്ങനെ ഏത് മീഡിയമാണോ നമ്മളുള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. ക്ലാസ് സെലക്ട് ചെയ്യാവുന്നതാണ്. 1 മുതൽ 12 വരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമാണ്. നമുക്ക് ഏത് ക്ലാസ്സിൻ്റെയാണ് ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 10ാം ക്ലാസ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ താഴെ സെലക്ട് സബ്ജക്റ്റ് എന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വിഷയമാണോ ടെക്സ്റ്റ് ബുക്ക് ആവശ്യമായിട്ടുള്ളത്, ഏതാണോ ആവശ്യമെങ്കിൽ അതിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, ICT തുടങ്ങി എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ICTയുടെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തു. ഇനിയല്ല, നമുക്ക് അടുത്തത് ഉറുദു പുസ്തകമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഉറുദു പുസ്തകം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആ പുസ്തകത്തിൻ്റെ ഡൗൺലോഡ് ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് പച്ച നിറത്തിൽ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. 2 ഭാഗങ്ങളുണ്ടായിരിക്കും. 2 ഭാഗത്തിൻ്റെ ലിങ്ക് ഇവിടെ ലഭ്യമാണ്. ഞാനിവിടെ 1ാം ഭാഗം ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണോ എന്നുള്ള പെർമിഷൻ ചോദിക്കുന്നു. ഡൗൺലോഡ് എന്ന് കൊടുക്കുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ ഉറുദു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡിങ് തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 26 MB വരുന്ന ഡാറ്റയാണ് ഇതിനാവശ്യം. അത്രയും മെമ്മറി നിങ്ങളുടെ ഫോണിലുണ്ട്, ഡാറ്റയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഡൗൺലോഡിങ് പൂർത്തിയായി. ഇനി നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഇപ്പോൾ ഉറുദു 10ാം ക്ലാസ്സിലെ ഉറുദു 1ാം ഭാഗം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡായി കഴിഞ്ഞിരിക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും സമഗ്രയുടെ സൈറ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോണിലെ ഡൗൺലോഡ്സിൽ ഈ പുസ്തകം വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഏത് പുസ്തകം വേണമെങ്കിലും, ഇപ്പോൾ ഏത് പുസ്തകമാണോ നമുക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ ഇതിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 8ാം ക്ലാസ്സിൻ്റെ IT പുസ്തകം സെലക്ട് ചെയ്യുകയാണ്. ICT. ഇനി അത് ഇവിടെ കാണാം, 2 ഭാഗവും കാണാം. എനിക്കിവിടെ 1ാം ഭാഗമാണ് ആവശ്യമെങ്കിൽ ഞാൻ 1ാം ഭാഗത്തിൻ്റെ പച്ച ബട്ടണിൽ അമർത്തുന്നു. പുസ്തകം ഡൗൺലോഡിങ് ആരംഭിച്ചിരിക്കുന്നു. 12.5 MB മാത്രമാണ് ഇതിൻ്റെ ഡാറ്റയുള്ളത്. വളരെ വേഗത്തിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി ആരും തന്നെ ടെക്സ്റ്റ് പുസ്തകം കിട്ടിയില്ല, വന്നില്ല എന്ന് പറഞ്ഞ് ബേജാറാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക്